ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ പേജ് നമ്പർ 79-ലത്തെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അതില് അർത്ഥം നമ്മൾ പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തത് പിരിച്ചെഴുതാം അല്ലെ? ചുവടൊത്ത് എങ്ങനെയാണ് പിരിച്ചെഴുതുക? ചുവടൊത്ത്. ചുവട് പ്ലസ് ഒത്ത്. ഓക്കെ, ചുവട് പ്ലസ് ഒത്ത്, ചുവടൊത്ത് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ശതാബ്ദം. എങ്ങനെ എഴുതുക ശതാബ്ദം? അബ്ദം. ഓക്കെ, ശതാ പ്ലസ് അബ്ദം, ശതാബ്ദം. എഴുതാൻ അറിയോ മക്കളെ? എഴുതാൻ അറിയാനുണ്ടോ? എഴുതി തരണോ? ഓക്കെ, എഴുതി തരണമെങ്കിൽ പറയണേ. അബ്ദുൽ ബാസിത്ത് എഴുതിയോ മോനെ? ശതാബ്ദം, ശതാ പ്ലസ് അബ്ദം. മൂന്നാമത്തത് പിച്ചകച്ചെണ്ട്. എങ്ങനെയാ വരുക? പിച്ചക പ്ലസ് ചെണ്ട്. പിച്ചക പ്ലസ് ചെണ്ട് അല്ലെ? പിച്ചകം പ്ലസ് ചെണ്ട്. പിച്ചകം പ്ലസ് ചെണ്ട്. ഇച്ച എഴുതല്ലേ? ചെണ്ട് എഴുതുമ്പം ഇച്ച എഴുതരുത്, ചെണ്ട്. നെക്സ്റ്റ് മന്ദിരാങ്കണം അല്ലെ? എങ്ങനെയാ വരുക? മന്ദിരം പ്ലസ് അങ്കണം, മന്ദിരാങ്കണം. മന്ദിരാങ്കണം, മന്ദിരം പ്ലസ് അങ്കണം, മന്ദിരത്തിന്റെ അങ്കണം. ലാസ്റ്റ് വൺ എന്താണ്? ചെറുതല്ല. ചെറുത് പ്ലസ് അല്ല, ചെറുതല്ല. അല്ല, ചെറുത് പ്ലസ് അല്ല, ചെറുതല്ല. ഓക്കെ, ഇപ്പൊ പിരിച്ചെഴുതുക കംപ്ലീറ്റ് ആയി അല്ലേ? ആഗ്നസ് എന്ത് ലേറ്റ് ആയേ കേറാൻ? കിട്ടിയില്ലേ? ഓക്കെ, നമ്മളാ ലാസ്റ്റ് പാഠം എടുത്തു കഴിഞ്ഞു കേട്ടോ. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റീസ്. മൂന്നാമത്തതില് എന്താണ്? ഒറ്റപ്പദം കണ്ടെത്താം എന്നാണ്. ഒറ്റപ്പദം എങ്ങനെയാ? സേവകരുടെ ദളം. എന്താണ്? സേവാദളം. എഴുതിക്കോ, സേവാദളം. സേവകരുടെ ദളം, സേവാദളം. നോക്കി എഴുതണേ, ശ്രദ്ധിച്ചെഴുതണേ. സേവാദളം നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് വരുന്നത്. സംസ്കാര സേവാദളം. കേരളം ചെറുതല്ല, ഭിന്നമാ മതങ്ങൾക്ക് താവളം കലാപര സംസ്കാര സേവാദളം. ആ സേവാദളാണ്. ഷമീൽ എഴുതിയോ മോനെ? ഷമീലിനെ വായിപ്പിക്കാൻ നോക്കുമ്പോഴേക്ക് കണ്ടില്ലല്ലോ ആളെ. സേവാദളം എഴുതാൻ അറിയില്ലേ? ഓക്കെ, സേവാദളം അറിയാല്ലേ? തെറ്റ് എഴുതി വെക്കരുത് മക്കളെ എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾ നല്ല ഉഷാറായില്ലേ, അതുകൊണ്ടാ പിന്നെ എഴുതരാത്ത. സേവാദ, ഈ ദായ വേണ്ടത്. സേവാദളം. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്? മലയുടെ നാട്. എന്താണ്? മലനാട്, മലനാട്. മലയുടെ നാട്, മലനാട്, മലനാട്. എഴുതിക്കോ. അമ്മച്ചിയെ കുറച്ച് വെള്ളം തരുമോ?
ഓക്കെ, മലയുടെ നാട് മലനാട്. നെക്സ്റ്റ് പിച്ചകം കൊണ്ടുള്ള ചെണ്ട്. എന്താണ്? പിച്ചക ചെണ്ട്. എഴുതിക്കോ. രണ്ടാം ഇംഗ്ലീഷ് അതറിയില്ല. ഇംഗ്ലീഷിൽ വേണം. പിച്ചക ചെണ്ട്. പിച്ചകം കൊണ്ടുള്ള ചെണ്ട് പിച്ചക ചെണ്ട്. നെക്സ്റ്റ് മന്ദിരത്തിന്റെ അങ്കണം. എന്താണ്? മന്ദിരാങ്കണം. മന്ദിരാങ്കണം. ഓക്കെ, മന്ദിരത്തിന്റെ അങ്കണം മന്ദിരാങ്കണം. ഓക്കെ, ഫിനിഷായോ? അപ്പോ സേവകരുടെ ദളം സേവാദളം, മലയുടെ നാട് മലനാട്, പിച്ചകം കൊണ്ടുള്ള ചെണ്ട് പിച്ചക ചെണ്ട്, മന്ദിരത്തിന്റെ അങ്കണം മന്ദിരാങ്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജ് എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് എല്ലാവരും എഴുതിയോ മക്കളെ? യെസ്. ഇല്ല, ഷംബീൽ എഴുതി. എഴുതിക്കോ. അപ്പൊ അടുത്തത് നാലാമത്തത് പേജ് നമ്പർ 80. ലാസ്റ്റ് പേജാണ് 80. അപ്പൊ എന്താണ്? വിട്ടുപോയ ശരി അക്ഷരം കണ്ടെത്താം. ഒന്നാമത്തത് മ ഡേഷ് രം അല്ലെ? ഏത് എന്തായാണ് വേണ്ടത് മക്കളെ? ഏത് എന്താ? ഫസ്റ്റ് ആണോ രണ്ടാമത്തെ? സെക്കൻഡിലാണ്? രണ്ടാമത് കാണുന്നതാണോ ആദ്യം? ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് മന്ദാരം. ആദ്യത്തെ എന്തായാണ് എഴുതരുത്. എടുത്ത് എഴുതിയേ. ആദ്യത്തെ എന്താ? മന്ദാരം എഴുതണേ. ആ ഡേഷിലെടുത്ത് ആ എന്താ എടുത്ത് എഴുതണം. നെക്സ്റ്റ് സൗരഭം. ആദ്യത്തെ ഭായാണോ രണ്ടാമത്തെ ഭായാണോ? ഓക്കെ, രണ്ടാമത്തെ ഭം. സൗരഭം രണ്ടാമത്തെ ഭമാണ് വേണ്ടത്. അപ്പൊ അടുത്ത് എഴുതണേ സൗരഭം. ഷെഫി എല്ലാം എഴുതണേ. ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. നോട്ടിൽ എഴുതണം കേട്ടോ ഇത്. ആ, ഓക്കെ. നെക്സ്റ്റ് ശതാബ്ദം. ഏത് ഫസ്റ്റ്. ശതാബ്ദം. ആദ്യത്തെ ദാനിലതാണ് വേണ്ടത് കേട്ടോ. ശതാബ്ദം ആദ്യത്തേതാണ് വേണ്ടത്. അടുത്ത ഫോർത്ത് വൺ പിച്ചക ചെണ്ട്. ഏത് ചായാണ്? പിച്ചക ചെണ്ട് ചവൺ. രണ്ടാമത്തേതാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ വിട്ടുപോയ ശരിയക്ഷരം കണ്ടെത്താം. മന്ദാരം, സൗരഭം, ശതാബ്ദം, പിച്ചക ചെണ്ട്. അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റീസ് അല്ലേ? ഇത് കംപ്ലീറ്റ് ആയോ മക്കളെ എല്ലാവർക്കും? എല്ലാവരും. അപ്പൊ അഞ്ചാമത്തത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. സഹോദര നിർവിശേഷമാം സ്നേഹം ആര് തമ്മിലാണ്? ആര് തമ്മിലാണ് സഹോദര നിർവിശേഷമായ സ്നേഹമുള്ളത്? പാഠം എടുത്തതിന് ബേസ് ചെയ്ത് വേഗം ആൻസർ പറഞ്ഞേ. അതല്ലല്ലോ, ഒറ്റ പറഞ്ഞേ ആൻസർ.
ഹിന്ദുവും മുസൽമാനും ആ ക്രിസ്ത്യനും നല്ലൊരു ആൻസർ. മുസൽമാനും ക്രിസ്ത്യനും ഒന്നുപോൽ പുലരുന്നേ എത്രയോ അവൻ സഹോദര നിർവേശമാം സ്നേഹം. സഹോദര നിർവിശേഷമായ സ്നേഹം. എന്താ ചോദ്യം? എന്ത്? ചുവടൊത്ത് മലനാട്ടിൽ നിൽക്കുന്നത് എന്തെല്ലാം? എന്തെല്ലാമാണ് ചുവടൊത്ത് മലനാട്ടിൽ നിൽക്കുന്നത്? കേരവും കേരവും മന്ദാരവും പൂകവും പുന്നാകവുമാണ് ചുവടൊത്ത് നിൽക്കുന്നത് അല്ലെ? ചുവടൊത്ത് മലനാട്ടിൽ നിൽക്കുന്നത്. മൂന്നാമത്തത് 4 മതവിഭാഗത്തെ കുറിച്ച് കവിതയിൽ പറയുന്നുണ്ട്. ഏതെല്ലാമാണവ? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും. ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ യഹൂദൻ അല്ലെ? ഈ 4 മതവിഭാഗങ്ങളെ പറ്റി ആണ് പറയുന്നത്. അടുത്തത് തെങ്ങ് എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേത്? കേരം. തെങ്ങ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കലാപര സംസ്കാര സേവാദളം എന്ന പ്രയോഗം എന്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? എന്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? കലാപര സംസ്കാര സേവാദളം എന്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? കലാപര സംസ്കാര സേവാദളം ഏതിനാ പറഞ്ഞത്? ഇതിന്റെ ആർക്കും ഉത്തരവില്ലേ? ആർക്കറിയാം? കേരളം ചെറുതല്ല, ഭിന്നമായ മതങ്ങൾക്ക് സംസ്കാര താവളം കലാപര സംസ്കാര സേവാദളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നെക്സ്റ്റ് എന്താണ്? മുറ്റത്തിന് ഭംഗി നൽകുന്ന ചില സസ്യങ്ങളെ കുറിച്ച് കവി പറയുന്നു. ഏതൊക്കെയാണ്? തെച്ചിയും ചേമന്തിയും ചെമ്പരത്തിയും. അത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത് അല്ലെ? അത് മിസ് എഴുതി വെച്ചിട്ട് തരാം, സെൻഡ് ചെയ്ത് തരാം. അടുത്തത് കവിതയിൽ പറയുന്ന വെള്ളപ്പൂക്കളുള്ള സസ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഏതാണ് വെള്ളപ്പൂക്കളുള്ള സസ്യങ്ങള് കവിതയിൽ പറയുന്നത്? ഏതിനാണ് വെള്ളപ്പൂക്കള്? തെച്ചിക്ക് ചുവപ്പല്ലേ? അല്ല, അടുത്തത് ജമന്തി ഉണ്ടാവും വെള്ള. ഓക്കെ, ജമന്തി മഞ്ഞയുണ്ട് അല്ലെ? ചെമ്പരത്തി പൂവിനെ കുറിച്ച് 4 വരി പദ്യം എഴുതാം. ബ്രാക്കറ്റിൽ നിന്ന് കവിതയ്ക്ക് ആവശ്യമായ ആശയം സ്വീകരിക്കാം. എന്തൊക്കെയാണ്? ശിശുവിന്റെ വിരല് പോലെ 5 ഇതളുകൾ, ചുമപ്പ് നിറം, കാറ്റിൽ ഊഞ്ഞാലാടും, രാവിലെ എന്നെ നോക്കി ചിരിക്കും, എന്തൊരു ഭംഗി, പൂവിനൊരു ദിവസമേ ആയുസുള്ളൂ, വാടി വീണാൽ ആർക്കും വേണ്ട അല്ലെ? ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ചെമ്പരത്തി പൂവിനെ കുറിച്ച് 4 വരി പദ്യം എഴുതണം. എങ്ങനെ എഴുതുക? എന്താ പറഞ്ഞേ? ശിശുവിന്റെ വിരല് പോലെ 5 ഇതളുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ചുമപ്പ് നിറാണ് പറഞ്ഞു. കാറ്റിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഊഞ്ഞാലാടും അല്ലെ? പിന്നെയോ രാവിലെ എന്നെ നോക്കി ചിരിക്കും, എന്തൊരു ഭംഗിയാണ്, പൂവിന് ഒരു ദിവസമേ ആയുസുള്ളൂ, വാടി വീണാൽ ആർക്കും വേണ്ട. എഴുതാനാവോ? എന്താണ് നാളത്തേക്കാ? ഇന്നുണ്ടോ ആർക്കെങ്കിലും 4 വരി പദ്യം പാടാൻ ചെമ്പരത്തിപ്പൂവിനെ പറ്റി? ഓക്കെ, നാളെയാണല്ലേ? നാളെയാണ് പോലെ പഠിക്കുക കേട്ടോ. പാഠഭാഗം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്.
കിട്ടിയില്ലായിരുന്നു. ഇങ്ങനെ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലായിരുന്നു. അയ്യോ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ തന്നുവല്ലോ. തന്നു കിട്ടിയില്ല. മിസ് എനിക്കൊന്നും കൂടെ അയച്ചുതരാമോ? എന്റെ കയ്യിൽ ഞാൻ നോക്കട്ടെ മോളെ, ഉണ്ടെങ്കിൽ അയച്ചു തരും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ ഉണ്ടാവില്ലേ, ഒന്ന് അയച്ചു കൊടുക്കണേ. ഗ്രൂപ്പിൽ ഉണ്ടോ? ഗ്രൂപ്പിൽ കളഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ. ഗ്രൂപ്പിൽ ഉണ്ടോക്കട്ടെ. എന്നാ ബൈ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു അല്ലെ? ആയിട്ടില്ല അല്ലെ? 11-12 കാലാവണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? എല്ലാ മക്കളും നല്ലതുപോലെ പഠിക്കുക. ആരാ ഇപ്പൊ ഈ പാഠഭാഗം വായിക്കാത്തത് ഈ കൂട്ടത്തില്? ആഗ്നസ്, ആഗ്നസ് ഒന്ന് വായിച്ചേ നമ്മുടെ ഇപ്പം പഠിച്ച പാഠം. ഹാ എന്റെ കേരളം. മതങ്ങൾക്കും താവളം കൽപ്പര സംസ്കാര സേവദാനം കേരവും മതവും പൂകവും പുണ്യകവും കേവലം മലനാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോലെ പുലരുന്ന ത്രയായോ ശാബ്ദബദ്ധമായി അവൻ തൻ സഹോദര നിർവിശേഷം ഇവരെ